ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് ഡേ ആണ്. ഓണം സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അതിനെക്കാളും മുന്നേ ചെറുപ്പറന്ന് കുറേ അധികം ഷൂട്ട് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം നമുക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ അധികം വർത്താനം പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊരു 15 ഔട്ട്ഫിറ്റാണ് കേട്ടോ നമ്മുടെ ടാർഗറ്റ്. എത്ര എണ്ണം ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മേക്കപ്പ് ലുക്കും അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അസ്വി മലയാളത്തിൽ ഓൾറെഡി അപ്പായിട്ടുണ്ടാവണം. ഇതിനേക്കാട്ടും മുന്നേ ഓൾറെഡി അപ്പായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അനൂപ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ചെയ്യണത് അനൂപാണ്. നമ്മൾ കൊളോസായിട്ട് വർക്ക് ചെയ്തപ്പോഴും അനൂപാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ വർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അനൂപിനെ വിളിക്കുകയായിരുന്നു, എന്തായാലും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അതിൻ്റെ എന്ത് സ്വീറ്റാണെന്ന് അറിയാം. അവിടെയുള്ള എല്ലാവരും ഭയങ്കര സ്വീറ്റാണ്. എടുത്ത് ഇങ്ങനെ എപ്പോഴും പറയും വന്നോളൂ ഷൂട്ട് ചെയ്തോളൂ. ഞാൻ ശല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരു ദിവസം ഇതേ കണ്ടു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഔട്ട്ഫിറ്റായി. ഞാൻ വീട്ടിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ കുറച്ച് മാറ്റി, മാലയും കമ്മലും എല്ലാം മാറ്റി, ഹെയർ സ്റ്റൈലും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആൻറ്റി ഭയങ്കര സ്വീറ്റാണ്. എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്തോളാൻ പറയും. ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൊക്കേഷന് വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നാട്ടിൽ വന്നാൽ എനിക്ക് അതാണ്, ലൊക്കേഷനാണ് പാട്. ഗോവയിലുള്ള പോലെ അത്ര അധികമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് ആയപ്പോൾ ആൻറ്റി പറഞ്ഞു മോളെ വീട്ടിൽ പോയി വീട്ടിനകത്ത് വന്ന് എടുത്തോളാൻ പറഞ്ഞു. ഷീ സോ സ്വീറ്റ്. എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം വന്നിട്ടാണെങ്കിലും അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇത്തിരിയല്ലേ നടക്കാവുള്ളൂ. 2 അടി നടന്നു കഴിഞ്ഞാൽ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ ആ ഒരു ഭംഗി എടുത്തുകയാണെങ്കിൽ നല്ല സ്ഥലത്തുനിന്ന് ഷൂട്ട് ചെയ്യണം. ഇത് അമ്മയുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഈ ആൻറ്റി ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടെ നിന്ന് നമ്മൾ പുറത്തുനിന്നൊക്കെ എടുത്തു. അപ്പോൾ ഈ 2 വീടുകളിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പോൾ എൻ്റെ വീട്ടിലുമായിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓണം സീരീസിൽ ഉൾപ്പെടുത്താനുള്ളതാണ്. നമ്മൾ ടീനേജ് ഔട്ട്ഫിറ്റ് ഐഡിയാസ്, അതേപോലെ സാരി ഐഡിയാസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യില്ലേ അങ്ങനെ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റാണ്. ഇത് നമ്മൾ ജിസ്മയുടെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്താൽ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ എനിക്കിത് എന്ത് ഇഷ്ടപ്പെട്ടു എന്നറിയോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇത്. ഞാൻ റീൽസിലിട്ടിട്ട് നല്ല റീച്ച് ഉണ്ട്. ഈവൻ ലൈക്ക് ഷോർട്സ് ആണെങ്കിലൊക്കെ ഭയങ്കര റീച്ച് ഉണ്ട് ഇതിന്. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ മെറ്റീരിയൽ മേടിച്ച് ഇങ്ങനത്തെ ധാവണി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ചോക്കർ, ഇത് കേരള ട്രഡീഷണൽ കളക്ഷൻസ് അല്ലേ, അവിടെ തന്നെയുള്ള ചോക്കറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റൈലിങ് സൂപ്പറായിട്ടില്ലേ. ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ജിസ്മയ്ക്കാണ് കേട്ടോ ക്രെഡിറ്റ്. അപ്പോൾ ഞാനതങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഒരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാനുള്ള രീതിയിൽ ഞാൻ അങ്ങനെ മേക്കപ്പ് അങ്ങനെയല്ല ചെയ്തത്. അതുകൊണ്ട് ഇൻസ്പയർഡ് ലുക്കായിട്ട് ചെയ്യാഞ്ഞത്. പക്ഷെ ഔട്ട്ഫിറ്റൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളത് ജിസ്മയെന്നാണ് കേട്ടോ. ജിസ്മയുടെ ഔട്ട്ഫിറ്റ് എന്നാണ്. അപ്പോൾ അത് നല്ല രസമായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ അസ്വി മലയാളത്തിൻ്റെ ഇത് ടീനേജ് ഔട്ട്ഫിറ്റ് ഐഡിയാസിൽ കാണിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമ്മൾ റീൽസിലും ഫോട്ടോസൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ വീട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയി ഞാനത് ചേഞ്ച് ചെയ്ത് ആണ് വരിക. ഇതിപ്പോൾ നമ്മൾ പടിതീരാത്ത സ്റ്റുഡിയോയിൽ 2-3 എടുത്തു കേട്ടോ. അവിടെ ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് അത്യാവശ്യം വെളിച്ചമൊക്കെ ഇട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് എടുത്തു. പിന്നെ വീടിൻ്റെ അവിടെ പരിസരത്ത് ഇങ്ങനെ ഇലയും പൂക്കളൊക്കെ തപ്പി അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കുറേയൊക്കെ എടുത്തു. അനുഭവ് നല്ല രസമായിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് എടുക്കും. അനുഭവ് വളരെ നല്ല മനുഷ്യനാണ്. അങ്ങനെയൊക്കെയാണ് അനുഭവിനോട് പറയാൻ പറഞ്ഞത്. ചുമ്മാ കേട്ടോ. അനുഭവ് നല്ല കമ്പനിയാണ്. വെഡ്ഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനൂപിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. വളരെ സൗമ്യനായൊരു മനുഷ്യനാണ്. ജോ ആണെങ്കിലും അതെ, അടിപൊളിയാണ്. 2 പേരും നന്നായിട്ട് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര സുഖമായിരുന്നു വർക്ക് ചെയ്യാൻ. എനിക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ പിന്നെ അവരത്തിനെ പിന്നെ വിളിക്കും. അപ്പോൾ അനുപിനെ നമ്മൾ 2ാമത്തെ തവണയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്തത് മദർ ഡോട്ടർ കൊമ്പ്. അപ്പോഴേക്കും ഇമ്മക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 ഔട്ട്ഫിറ്റ് വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വിട്ടുപോയതാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇമ്മക്കുട്ടി വന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ അതിനെ റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അനുപ് പറയുന്നുണ്ട് കസാരയിൽ കിടന്ന് ആട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇത് ആടുന്നില്ല. ഞാൻ എത്ര പിന്നിലേക്ക് ആക്കിയിട്ടും ആവുന്നില്ല. പിന്നെ അവൻ ആട്ടി തന്നു കേട്ടോ ഇങ്ങനെ പിന്നിലേക്ക് ആക്കിയിട്ട്. അയ്യോ രസമാട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്യണത്.
ടയറിങ് ആണ്, പക്ഷെ രസമാണ്. പിന്നെ രണ്ടാമത്തെ മദർ ഡോട്ടർ കോംബോ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് അനൂപ് ഐഡിയ പറഞ്ഞു തന്നത് ഇമ്മക്കുട്ടിയെ പൊക്കിയെടുത്ത് എറിയാനാണ്. ഇമ്മക്കുട്ടിക്ക് 20-21 കിലോ, എനിക്ക് 42 കിലോ. ലിറ്ററലി എൻ്റെ പകുതിയാണ് ഇമ്മക്കുട്ടിയുടെ വെയിറ്റ്. എനിക്കടുത്ത് എറിയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അനൂപ് ഇങ്ങനെ പറയണം, നിങ്ങളൊരു തള്ളയാണോ, തള്ള നേരെ എടുത്ത് എറിയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കി. എന്നാൽ ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടൊക്കെ നന്നായി കഴിഞ്ഞു. പക്ഷെ 15 ഔട്ട്ഫിറ്റ് ആയില്ല കേട്ടോ, 14 ഔട്ട്ഫിറ്റേ ചെയ്തുള്ളൂ. 15ാമത്തെ ഔട്ട്ഫിറ്റ് ശരിക്കും ഞാൻ ഇമ്മക്കുട്ടിയും കൂടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇമ്മക്കുട്ടി സഹകരിച്ചില്ല. അല്ല കേട്ടോ, ഇമ്മക്കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ടായിരുന്നു ഇത് മദർ ഡോട്ടർ കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല, ടയേർഡാണെങ്കിൽ വേണ്ട പറഞ്ഞപ്പോൾ എന്നാൽ ഇമ്മക്കുട്ടി പറഞ്ഞു എന്നാൽ ശരി വേണ്ട, അപ്പോൾ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഫൂട്ടേജസ് എല്ലാം കോപ്പി ചെയ്തു. ഇനി നമുക്കത് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടാണ് നമ്മൾ റീൽസ് ഫോട്ടോസൊക്കെ ആയിട്ട് ഇടാം. ഇനി കുഴപ്പമില്ല, എനിക്ക് സമാധാനമായി. അത്യാവശ്യം നമുക്ക് ഓണത്തിന് വേണ്ട കാര്യങ്ങളായിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഔട്ട്ഫിറ്റ്സിനൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണ വീഡിയോ, അങ്ങനെയൊക്കെ ഒരു 3-4 വീഡിയോയ്ക്കുള്ള കോണ്ടൻറ്റ് നമ്മൾ ഇന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 ദിവസം അടുപ്പിച്ച് നമുക്കിനി ഓണം വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ വ്ളോഗ് ചാനലിൽ ഒന്നും അപ്പോൾ ഉണ്ടാവില്ല കേട്ടോ, ഷോർട്സ് കൂടെ ഉണ്ട് നമുക്ക് എന്തായാലും. അപ്പോൾ അങ്ങനെ നമുക്ക് വ്ളോഗും പിന്നെ നമ്മുടെ മെയിൻ വീഡിയോസ്, അസ്വി മലയാളം വീഡിയോസ്, ഷോർട്സ്, റീൽസ്, ഇൻസ്റ്റയിൽ സ്റ്റോറി വരിക, അതേപോലെ തന്നെ ഇതെല്ലാം എഡിറ്റും ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ കുറേ ആകുമ്പോൾ നമുക്ക് പറ്റില്ല. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഇമ്മക്കുട്ടിയും ഒക്കെ അല്ലേ, നേട്ടനും ഓടിയില്ല, അതൊക്കെ നമുക്ക് ടൈറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. ഒരുപാട് നമ്മളെ തന്നെ ദ്രോഹിച്ചിട്ട് ഇങ്ങനെ വെറുതെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടം കൂടി ഉണ്ടാവണ്ടേ ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്നിപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സന്തോഷമുണ്ട്. നന്നായി സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റി, ചെയ്തൊക്കെ അത്യാവശ്യം വ്യത്യസ്തത കൊണ്ടുവന്ന് നമുക്ക് ഹെയർ സ്റ്റൈൽസൊക്കെ സിമ്പിളായിട്ടുള്ളതാണെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളായിട്ട് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ബൈ. നമ്മളിപ്പോൾ ഫിജിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓണല്ലേ, എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ, കുറച്ച് പൂക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മേടിക്കാനുണ്ട്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് സൈഡിൽ ഇങ്ങനെ കുറേ മാവേലിയും ലൈറ്റ്സും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം പൂക്കൾ, എൻ്റെ ഫ്രണ്ടിന് കുറച്ച് പൂക്കളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു കുറച്ച് കാര്യമായിട്ട് തന്നെ നമുക്ക് തപ്പി ഇറങ്ങാം. എന്തായാലും 2-3 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. ഫിജി എന്ന് പറയണത് ഒരു വികാരമാണ്. ഫെജി എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ വരാനായിട്ട്. സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ തന്നെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ബീഡ്സും ലഡ്കൻസും ഒക്കെ മേടിക്കണമായിരുന്നു. നമ്മൾ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ചെയ്യുന്നുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ താഴെ നിന്ന് ബീഡ്സും ലേസും ഒക്കെ മേടിച്ചു. പിന്നെ ഇത് മുകളിൽ ഇവിടെയാണ് പൂക്കളുടെ കൊട്ട. പക്ഷേ ഞാൻ പൂക്കളുടെ കൊട്ട മേടിക്കണമെന്ന് ചോദിച്ചാൽ അത് മറന്നുപോയി, അത് മേടിക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഓണത്തിന് തൂക്കിയിട്ട് നടക്കാൻ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അറ്റത്ത് വേറെയും കുറേ പൂക്കളൊക്കെ ഇല്ല, അതൊക്കെ മേടിച്ചു കിട്ടും. അത് എന്ത് രസമല്ലേ ഡെക്കോർ. ഞാൻ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി എടുത്താലോ എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും കഴിഞ്ഞിട്ട് വന്ന് നോക്കി ആവശ്യമുള്ളതായിട്ട് ഉള്ളത് മേടിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. കുറച്ച് നാൾ കൂടി ഞാൻ ഫെജിയിൽ പോണത്. ഇനി എന്തായാലും പോകണം. നാളെ ഞാൻ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ഓണത്തിന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് വേണ്ടിയിട്ട് തുണിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫെജിയിൽ നിന്ന് മേടിച്ചതൊക്കെ നോക്കാം. അതിനെക്കാട്ടും മുന്നേ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങി ഇരിക്കണേ. കുട്ടിയെ ഉറക്കി ഷൂട്ടൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഷോപ്പിംഗ് ഹാൾ നോക്കാം. ഫസ്റ്റ് നിമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടി ബാഗ്, പക്ഷേ ഇത് നമ്മൾ ബെല്ലാമരിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് എങ്ങനെയോ അറിയാണ്ട് ഇതിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഫെജി എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇത് ഫെജിയുടെ ഏറ്റവും താഴെ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ത്രെഡ് ഉണ്ട്. ഇത് നമുക്ക് ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കാനും അതല്ലെങ്കിൽ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഡെക്കോ പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് 300 രൂപയാണ്. ഇത് ഇത് ഇമ്മക്കുട്ടിക്ക് ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് രസമില്ലേ കാണാൻ. പിന്നീട് അങ്ങനത്തെ ത്രെഡ്, ഇത് 2 എണ്ണം കേട്ടോ. ഇത് മുടിയിൽ ഇങ്ങനെ കുഞ്ചലം പോലെയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരെണ്ണത്തിന് 35 രൂപ കേട്ടോ. പിന്നെ നമ്മൾ കുറേ കുഞ്ചലങ്ങൾ മേടിച്ചു കേട്ടോ. ഇതിപ്പോൾ മുടിയിൽ തുമ്പത്തായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ആ സ്ട്രിങ്ങിൽ 2 അറ്റത്തായിട്ട് ഈ 2 കുഞ്ചലം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരെണ്ണം കൂടി അവിടെ. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ 2 അറ്റത്ത് 2
ഇതായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെടയുമ്പോൾ ഏറ്റവും തുമ്പത്തായിട്ട് ഇങ്ങനെ വന്ന് കിടക്കും. ഈ ഔട്ട്ഫിറ്റിനൊക്കെ തന്നെ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇതിൻ്റെ 2 ഷെയ്ഡ് മേടിച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെയുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് ഇങ്ങനത്തെ കുഞ്ചലങ്ങളുണ്ട് കേട്ടോ. എന്ത് രസമാണ് അത് കാണാനായിട്ട്. ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ സൈഡിൽ ഹാങ്ങിങ് ആയിട്ട് തൂക്കിയിടാനും ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത് പല റേറ്റാണ് കേട്ടോ. എനിക്ക് അത്ര റേറ്റ് എത്രയാണെന്ന് ഓരോന്നിനും കൃത്യമായിട്ട് അറിയില്ല. ഒരു 35 രൂപ മുതൽക്ക് അങ്ങനെ ഉള്ളതാണ്. ഇതൊക്കെ ശരിക്കും നോർത്ത് ഇന്ത്യൻ ടച്ചാണ്. ഇങ്ങനെ പോട്ട്ലി ആയിട്ട് ഇങ്ങനത്തെ ലട്കൻസൊക്കെ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് സിമ്പിളാണ്. ഇതിന് ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. ഇത് ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് മുടിയിലേക്കൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊരു ഡെക്കോറിന് വേണ്ടി മേടിച്ചതാണ്. ഇത് വിലക്കുറവാണ്. 200 രൂപ എഴുതിയിട്ടില്ല, പക്ഷേ 200 രൂപ ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റുഡിയോ ഒക്കെ പണിയാണല്ലോ, അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയതാണ്. അപ്പോൾ ഇത് അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചിലതൊക്കെ അവളുടെയാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഫ്ലവേഴ്സ്. അപ്പോൾ അവളുടെ കുറച്ച് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അറിയാം ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എൻവയൺമെൻറ്റിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പർപ്പസിനൊക്കെ നമുക്ക് മണി പ്ലാന്റ്സും അതൊക്കെ മതി. പക്ഷേ ചില ഡെക്കോർ പർപ്പസിന് നമുക്ക് ഇങ്ങനെ റീയൂസ് ചെയ്യേണ്ട ഡെക്കോർ പർപ്പസ് ഉണ്ടാവില്ലേ, ഒരു ഇവൻറ്റ് അങ്ങനത്തേനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന് ഇതിന് 615 രൂപയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പക്ഷെ എപ്പോഴും ഇതിൻ്റെ വില കുറച്ച് കുറയും കേട്ടോ. കുറച്ച് നന്നായിട്ട് തന്നെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് ഫെജിന്ന് മേടിക്കുമ്പോൾ. അങ്ങനെ കുറച്ചധികം ഉണ്ട്. ഇതുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ എത്രയാ റേറ്റ് വന്നിട്ട് 165. ഇതിന് വിലക്കുറവാണ്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. ഇത് ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കാണ് കേട്ടോ. ഇതിന് 525. വുഡൻ ബ്രാഞ്ച് പോലെ ഉണ്ട് കേട്ടോ. ഇതും അങ്ങനെ തന്നെയാണ്. ഇത് 500 ആണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് വിലയുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ഡെക്കോ പർപ്പസിന് വേണ്ടി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണതാണെങ്കിൽ ഇങ്ങനത്തെ മേടിച്ച് വയ്ക്കുക നല്ലത്. ഞാനിപ്പോൾ എന്തായാലും സ്റ്റുഡിയോയിലേക്ക് മണി പ്ലാന്റ്സ്, നമ്മുടെ കുറേ മണി പ്ലാന്റ്സ് ഉണ്ടല്ലോ ഗോവയിൽ, അതിങ്ങനെ പാക്കേഴ്സ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അറിയില്ല. കൊണ്ടുവന്നാൽ അതിന് എത്ര ജീവൻ ഉണ്ടാവുമെന്നും അറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു ഹെയർ ഡെക്കോറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് 445 രൂപ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇത് നല്ലതാണ്. നമുക്ക് ബണ്ണൊക്കെ കെട്ടിയിട്ട് നമുക്കിങ്ങനെ മുടിക്ക് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അതേപോലെ നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ബൺ ചെയ്തിട്ട് അതിന് ചുറ്റും വെക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാണ്. അതുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഡെക്കോറിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം തലയിലൊക്കെ വെക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഫോട്ടോസിനും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ശരിക്കുള്ള റിയൽ ഫ്ലവേഴ്സ് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചുറ്റി വെക്കുകയാണെങ്കിൽ, ഒരു ബണ്ണിന് ചുറ്റും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കനകാമ്പരത്തിൻ്റെ ഫീൽ ഉണ്ടാവും കേട്ടോ. ഇതാ ഇപ്പം ഇങ്ങനെ നല്ല അഭംഗി തോന്നുന്നുണ്ടാവും, പക്ഷെ വെച്ച് വരുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഇത് ഓരോന്നിനും ഓരോ പ്രൈസായിട്ടാണ് ഉണ്ടാവുക. അവിടുത്തെ ചേച്ചിമാർ ചോദിക്കുകയും ചെയ്തു, എന്തിനാ ഇങ്ങനെ ഇത്ര പൂക്കളം. ഞാൻ ഇങ്ങനെ തലയിൽ വെക്കാനാ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര അതിശയോക്തിയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ നോക്കി, തലയിലൊക്കെ വെക്കാൻ ഈ പൂ മേടിക്കുന്നത് എന്താണ് ഈ പറയണേന്നുള്ള രീതിയിൽ. ഞാൻ ഇതിൽ നോക്കട്ടെ കേട്ടോ, ഇതിൽ പ്രൈസ് ഉണ്ടോയെന്ന്. ഇതിപ്പോൾ ഓരോ സ്ട്രിങ്ങിന് ഇങ്ങനെ 80 റുപ്പീസ് 90 റുപ്പീസ് അങ്ങനെയൊക്കെയാണ്. ഇത് അങ്ങനത്തെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഉണ്ട്. ഇത് ഇമ്മക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരെണ്ണം കണ്ടോ. പിന്നെ ഒരു വെറൈറ്റി സാധനമുണ്ട്, വെറൈറ്റി സാധനം. ഇതിന് 180 രൂപയാണ് കേട്ടോ. ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെല്ലാമെരിയയിൽ പോയിട്ടോ. അവിടുന്ന് പിന്നിക്കൂടെ വേണമെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ തൊട്ടടുത്താൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ചീർപ്പ് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷാമം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇങ്ങനത്തെ വൈറ്റ് ടൂത്ത് കോമ്പില്ലേ, ഇങ്ങനത്തെ ഭയങ്കര നല്ലതാണ്. ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ബാഗ് ഇമ്മക്കുട്ടിക്ക് വേണ്ടി മേടിച്ചത്. പിന്നെ കുറച്ച് ഐലാഷസ്, അത് നമുക്ക് അത്യാവശ്യമായിട്ട് ഇനി കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ വരുന്നില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടൊരു തൊപ്പിയല്ല, എന്തായാലും പറയാം, ഒരു പ്രത്യേക പേര് പറയില്ലേ,
പക്ഷേ ഇത് ഇമ്മക്കുട്ടിയുടെ തലയിൽ ഞാൻ കുറച്ചും കൂടി വലുതാവുന്ന പ്രതീക്ഷ. ഇതിപ്പോൾ പാകാവുമെന്ന് എനിക്കറിയില്ല. പാകമായില്ലെങ്കിൽ ഏതെങ്കിലും ബേബിക്ക് കൊടുക്കാം കേട്ടോ. ഇത് കമ്മൽ ഇതാപ്പോൾ ഞാൻ ഇട്ടിട്ടില്ലേ, ഇതൊക്കെ ഒരു 200 അറൗണ്ടാണ് കേട്ടോ. ഇതൊരു പൊട്ട്. കമ്മലുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അങ്ങനത്തെ കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിന് പറ്റുന്ന കമ്മൽ മേടിച്ചു കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഭയങ്കര കുറവാണ്. ഉള്ളതൊക്കെ ഗോവയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്. കഴിഞ്ഞ ഇവൻറ്റിന് തന്നെ ശരണി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ട. അവളുടെ ആയിരുന്നു ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബ്രഷ്. അപ്പോൾ ഉള്ള മേക്കപ്പ് ബ്രഷൊക്കെ അഴുക്കാവുമ്പോഴേ എപ്പോഴും നമുക്ക് കഴുകാം. അത്ര ഒഴിവ് കിട്ടിയില്ലെങ്കിൽ ഒരു പൗഡർ ബ്രഷ് എങ്കിലും നീറ്റായിട്ടുള്ളത് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇത് സെറ്റ്. പിന്നെ ഇത് കുറച്ച് പൗഡർ പഫ്സ് ആണ് കേട്ടോ, അതും അത്യാവശ്യമുള്ളതാണ്. പിന്നെ ഇതാ കമ്മൽ. ഇതിന് എത്രയാണ് പ്രൈസ്? ഇതിന് 280. പല പല റേറ്റിലുള്ളതാണ് കേട്ടോ. പിന്നെ 2 വള, ഒരു പച്ചയും ഒരു ചുവപ്പും, പിന്നെ പൊട്ടുകൾ കേട്ടോ. ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഇങ്ങനത്തെ ഒരു 150 to 250 റേറ്റിലുള്ള ഇങ്ങനത്തെ കുറച്ച് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിനൊക്കെ പറ്റിയിട്ടുള്ള കമ്മലുകളുണ്ട്. അത് രസമുണ്ട് കേട്ടോ. പിന്നെ ഫിജിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഞാൻ എപ്പോഴും വരുമ്പോൾ ഒരു തവണ പോണതാണ്. ഇനിയിപ്പോൾ വരുമ്പോൾ എന്നുള്ളതല്ലല്ലോ, ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ നാട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും നാളെ പോകണം ഫിജിയിൽ. എനിക്ക് ലേസൊക്കെ എടുക്കണം എന്നുണ്ട്. നാളെ തുണി എടുത്തിട്ട് വരണം വെച്ചിട്ടാ. നാളേക്കും കൂടിയുള്ള വീഡിയോയെ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എനിക്ക് നല്ലോണം ഉറക്കം വരുന്നത്. അതാണ് നാവ് കുഴയണത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കുറച്ച് ലേസൊക്കെ മേടിക്കേണ്ടി വരും. ഞാൻ തന്നെ തുന്നാച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല എത്ര കണ്ട് ഉപകാരപ്പെടുന്നു. തുന്നാൻ അറിയാത്തവരാണ് മെജോറിറ്റിയും. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ തുണി ഓരോ സ്ഥലത്തു നിന്ന് എടുത്തിട്ട് തുന്നാൻ കൊഴുത്തിട്ട് അപ്പോൾ എത്രയാണ് കറക്റ്റ് റേറ്റ് എന്നടക്കം എനിക്ക് പറയാമല്ലോ. പക്ഷേ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് വേറെ ആളുകളടുത്ത് തുന്നാൻ കൊടുത്താൽ എനിക്കറിയില്ല എപ്പോഴത്തേക്കാണ് കിട്ടുക, അങ്ങനെയാകുമ്പോൾ വീഡിയോ എപ്പോഴാണ് ഇടുക എന്നുള്ളത്. അത് നമുക്ക് പിന്നീട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഞാൻ തന്നെ തുന്നാച്ചിട്ടാണ് കേട്ടോ, സിമ്പിളായിട്ട്. അപ്പം നാളെ അതിന് പോകണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഓണം വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയും ലവ് യു സോ മച്ച്. ബൈ.